ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി നമുക്ക് തിരുവചനം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ഉള്ള അവസരം കർത്താവ് നമുക്ക് തന്നു. ഈ ചെറിയൊരു ആയുസ് നിത്യജീവനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നത് എത്ര ഭാഗ്യമാണ്. പലർക്കും അറിഞ്ഞുകൂടാ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം എന്തിനു വേണ്ടി ദൈവം തന്നതാണ്. അത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. വിശുദ്ധ ബൈബിൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ്. സത്യഗ്രന്ഥം എന്ന അതിൻ്റെ പേര് തന്നെ, അല്ലെങ്കിൽ യഹോവയുടെ പുസ്തകം. അപ്പോൾ ദൈവവചനത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം. അത് വിശ്വസിക്കുകയും അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുകയും വേണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് മരണാനന്തര ജീവിതം എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഒരു ലഘുവായ പഠനമായിരുന്നു. അപ്പോൾ ഒരു വിശുദ്ധൻ എന്ന് ഞാൻ അർത്ഥമാക്കുന്നത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൻ, വീണ്ടും ജനിച്ച ഒരു ദൈവവേദൻ, അവരെ വിശുദ്ധന്മാർ എന്ന ബൈബിൾ പറയുന്നത്. അപ്പോൾ ഒരു വിശുദ്ധന്റെ മരണത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ 12 കാര്യങ്ങൾ കാണുകയുണ്ടായി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് ഭാഗ്യം ലഭിച്ചത് എത്ര ഭാഗ്യമാണ്. അങ്ങനെ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവരുടെ മരണം, അതിൻ്റെ സവിശേഷതകൾ നമ്മൾ കാണുകയുണ്ടായി. മറ്റൊന്ന്, നമ്മൾ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്നവരുടെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. അത് അവരെക്കുറിച്ചുള്ള 7 കൂട്ടം കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇന്ന് ഈ മരണാനന്തര ജീവിതത്തിൽ അല്ലെങ്കിൽ മരണം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷിപ്പാൻ വകുപ്പുണ്ടോ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠനം ആഗ്രഹിക്കുക. വളരെ നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. കാരണം നമ്മൾ മരണഭീതി നമ്മളിൽ നിന്ന് ദൈവം മാറ്റിക്കളഞ്ഞു. നമ്മളിൽ ഇന്ന് മരണഭയം ഭരിക്കാൻ പാടില്ല. അത് നമ്മൾ എബ്രായർ 2:14-15 വാക്യങ്ങളിൽ പല പ്രാവശ്യം വായിച്ചതാണ്. അപ്പോൾ ഇന്ന് ഈ മരണം നമുക്ക് യഥാർത്ഥമായിട്ടും നമുക്ക് സന്തോഷം നൽകുന്നതോ, മരിക്കുന്ന വ്യക്തിക്ക് ഇത് സന്തോഷം നൽകുന്നതോ എന്നുള്ള ഒരു ചെറിയ ഹെഡിങ്ങിൽ, മരണം ഈ മരിക്കുന്ന വ്യക്തിക്ക് സന്തോഷം നൽകുന്നതോ, മരിക്കുന്ന വ്യക്തിക്ക് സന്തോഷം, എന്നാൽ അവരുടെ ബന്ധുക്കൾക്ക് നിശ്ചയമായിട്ടും വിയോഗം ഒരു ദുഃഖം പകരുന്നതാണ്, അത് വേറെ വിഷയം. എങ്കിലും മറ്റുള്ളവരെ പോലെ നാം ദുഃഖിക്കേണ്ടതില്ല എന്ന് നമ്മൾ വചനത്തിൽ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ വിഷയം, ഈ മരിക്കുന്ന ഒരു വ്യക്തിക്ക് സന്തോഷം നൽകുന്നതാണോ എന്നുള്ളതാണ്. നമ്മളതിനെ കാര്യകാരണ സഹിതം പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മരണത്തെക്കുറിച്ച് നമുക്ക് ലവലേശം പോലും ഭയപ്പെടേണ്ടതില്ല. അതിലധികമായിട്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ആ ഒരു യാഥാർത്ഥ്യം, തിരുവചനം പറയുന്ന ആ യാഥാർത്ഥ്യം നമുക്കൊന്ന് ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരായിരിക്കും. ഞാൻ ആ കാര്യമാണ് അല്പമായിട്ട് നിങ്ങളോട്, കാരണം അനേകരും മനസ്സിലാക്കാത്ത, അറിവില്ലാത്തത് കൊണ്ട് അവർക്ക് മരണം എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു ഞെട്ടല് പോലെയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഞെട്ടേണ്ടതില്ല. നിങ്ങളതിൻ്റെ ആ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കിയാൽ മരണത്തെ വളരെ പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്കതിനെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയും. അപ്പം ഇന്ന് മരണമടയുന്ന ദൈവത്തിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇതിനു മുൻപ് കണ്ടപ്പോൾ നമ്മൾ വായിച്ചെന്താ? മരണം വിലയേറിയതാണ്, ലാഭമാണ്, അത് ഭാഗ്യമാണ്, പ്രത്യാശയുള്ളതാണ്, ദുഃഖിക്കേണ്ടതില്ല. ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മരണം നമ്മൾ അനുഭവിക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബൈബിള് പറയുന്നത് മരണം എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഭയപ്പെടേണ്ടതോ ദുഃഖിക്കേണ്ട ഒരു കാര്യമല്ല. പിന്നെ ഈ മരണം എന്താണ്? ഞാനൊരു 5 പോയിന്റുകളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഇന്ന് ഞാൻ ഒരു 2 പോയിന്റെങ്കിലും പറയാം എന്ന് ആഗ്രഹിക്കുക. അപ്പോൾ ഒന്ന്, നമ്മൾ ഇതിനു മുമ്പ് വായിച്ച ഒരു വാക്യമാണെങ്കിലും അതിന് ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുക.
മരണം എന്നുള്ളത് അത് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത് അതൊരു നിദ്രയാണെന്നാണ്. നിദ്ര വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മരണം നിദ്രയായിട്ടാണ് അല്ലെങ്കിൽ ഉറക്കമായിട്ടാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ മർക്കോസ് അതിന്റെ 5-ാം അധ്യായം അതിന്റെ 38-39 വാക്യം. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്ന് നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അപ്പോൾ ഇവിടെ മരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞത് കുട്ടി മരിച്ചില്ല, ഉറങ്ങുന്നത്രയെന്ന്. എന്നാൽ ഈ സംഭവം നിങ്ങൾക്കറിയാം. പള്ളിപ്രമാണിയായ യായിറോസിന്റെ 12 വയസ്സ് പ്രായമുള്ള മകളുടെ മരണത്തെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടുത്തെ വിഷയം ഇത് ആ പ്രമാണിക്ക് ഏകജാതയായ മകളായിരുന്നു. ഈ ഏകജാതയായ മകൾ ദീനം പിടിച്ച് കിടക്കുമ്പോൾ ദീനം ഭയങ്കരമായിരുന്നു. കർത്താവ് വന്ന് അവിടെ മേൽ കൈവച്ച് സൗഖ്യം കൊടുക്കണമെന്നുള്ള അപേക്ഷയുമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ വരുന്നു. കർത്താവ് പോകുന്ന വഴിയിൽ 12 സംവത്സരം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ സൗഖ്യം പ്രാപിക്കുന്നു. അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോൾ ചിലര് പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് വന്ന് പറയുന്നു മകൾ മരിച്ചുപോയി. എന്നാൽ കർത്താവ് പള്ളിപ്രമാണിയോട് പറഞ്ഞു, നീ വിശ്വസിക്കുക മാത്രം ചെയ്യാം. അപ്പോൾ അവളുടെ വീട്ടിൽ വന്നപ്പോൾ അവിടെ കരഞ്ഞ് നിലവിളിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കാണുന്നത്. അപ്പോൾ അവിടെ കർത്താവ് പറയാണ്, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അപ്പോൾ അവർക്കതൊരു പരിഹാസമായി തോന്നി. നോക്കണം, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കർത്താവിനറിയാം അവൾ മരിച്ചുപോയെന്ന്. ലോകപ്രകാരം നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ അവൾ മരിച്ചുപോയി. എന്നാൽ കർത്താവിന് അവൾ ഒരു നിദ്രയില്ല. കർത്താവിന് അവൾ വെറും ഒരു നിദ്രയില്ല. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ മരണത്തെ ഇവിടെ ഒരു നിദ്രയായിട്ടാണ് കർത്താവ് പറയുന്നത്. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലും ലാസറിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ. നമ്മളത് ചിന്തിച്ചിട്ടുള്ള വാക്യമാണ്. യോഹന്നാൻ 11:11. അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നുവെങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നുവെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. യേശുവോ അവന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി. കണ്ടോ? അപ്പോൾ നമ്മൾ ലോകപ്രകാരം നമുക്ക് മനസ്സിലാകണമെങ്കിൽ മരിച്ചുപോയി. എന്നാൽ കർത്താവിന്റെ ദൃഷ്ടിയിൽ എന്താണ്? ലാസർ നിദ്രയില്ല. നമുക്കറിയാം, ബൈബിളിൽ കർത്താവ് മരിച്ച 3 പേരെ പേര് പറഞ്ഞ് പ്രത്യേകം ഉയർപ്പിച്ചാണ് പറഞ്ഞിട്ടുണ്ട്. മറ്റനേരം ഉയർപ്പിച്ചിട്ടുണ്ട്. എങ്കിലും 3 പേര്. ഒന്ന് ഈ യായിറോസിന്റെ മകൾ, 12 വയസ്സ് പ്രായമുള്ള യായിറോസിന്റെ ഏകജാതയായ മകൾ. മറ്റൊന്ന് നൈനിലെ വിധവിയുടെ ഏകജാതനായ പുത്രൻ. മൂന്നാമത്തത് ലാസർ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഒന്ന് കർത്താവ് ഉയർപ്പിച്ചത് വീട്ടിൽ, യായിറോസിന്റെ മകളെ വീട്ടിൽ ഉയർപ്പിച്ചു. നൈനിലെ വിധവയുടെ മകനെ കബറിടത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് ജീവിപ്പിച്ചു. ലാസറിനെ കബറിടത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. നമ്മൾ ചിന്തിക്കണം, ഇവിടെ ഈ നിദ്രയിൽ നിന്നും ഉണർത്തുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ മരണത്തിൽ നിന്നും മടക്കി വരുത്തുക. നമ്മൾ ചിന്തിക്കണം, അവിടെ ആ ലാസറിന്റെ കല്ലറയ്ക്ക് നിന്നുകൊണ്ട് ലാസറെ നീ പുറത്തു വരിക എന്ന് പറഞ്ഞില്ല, മരിച്ച പുറത്തു വരട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതുവരെ മരിച്ച എല്ലാവരും പുറത്തു വന്നേനെ. നമ്മൾ ചിന്തിക്കണം, കർത്താവിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഏത് നിലയിലും മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ആ വാക്കുകൾക്ക് കഴിയും. തന്റെ വചനത്താൽ സകലത്തെയും പരിപാലിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്, ആ വചനം എന്ന് പറഞ്ഞാൽ ആത്മാവും ജീവനുമാണ്, ജീവൻ പകരുന്നതാണ്. അപ്പോൾ ഇവിടെയും തലീതാ ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ച് കർത്താവ് എഴുന്നേൽപ്പിച്ചു. യായിറോസിന്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നോക്കണം, മഞ്ചം തൊട്ട് അവനെ എഴുന്നേൽപ്പിച്ചു. കർത്താവിന്റെ ഒരു വാക്കിന് എന്തുമാത്രം ശക്തിയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നിദ്ര എന്ന് പറഞ്ഞിരിക്കുന്നത്
അത് ഈ അല്ലെങ്കിൽ മരണത്തെ കർത്താവിന്റെ കാഴ്ചപ്പാടിൽ അതൊരു നിദ്ര മാത്രം, ഒരു ഉറക്കം മാത്രം. അതുകൊണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തില് സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. നിദ്ര കൊള്ളുന്നവർ നോക്കുക, ഈ ലോകത്തും മരണം വഴി മാറ്റപ്പെട്ടവരെ കുറിച്ച് കർത്താവ് വചനം പറയുന്നത് അവർ നിദ്ര കൊണ്ടിരിക്കുന്നുവല്ല, നിദ്ര കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ പ്രയോഗം നമുക്ക് അനേകയിടങ്ങളിൽ നമ്മള് സ്തെഫാനോസ് കല്ലറ കൊണ്ട് മരിക്കുമ്പോൾ അവിടെ താൻ പ്രാർത്ഥിച്ച ശേഷം അവിടെ അവസാനം സംഭവിക്കുന്നത് അതിന്റെ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 60-ാം വാക്യം, അവന് മുട്ടുകുത്തി കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. എന്ത് പ്രാപിച്ചെന്ന? നിദ്ര പ്രാപിച്ചു. നോക്കുക, നിദ്ര പ്രാപിക്കരുത് എന്ന് പറഞ്ഞാല് ഈ ശരീരം നിന്നും പ്രാണനും ആത്മാവും വേർപെട്ടു. നിദ്ര പ്രാപിക്കുക, അതിന് ദൈവവചനം പറയുന്നത് അതിനെ നിദ്ര പ്രാപിച്ചു എന്ന. നമ്മള് പുനരുത്ഥാനത്തിന്റെ അധ്യായം എന്ന് വിളിക്കുന്ന 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നത് 17-18 ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ ഉണ്ടോ? ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ. അപ്പൊ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ വരും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് മരിച്ചുപോയവരെ കുറിച്ച് പറയുകയാണ്, അവർ നിദ്ര കൊണ്ടിരിക്കുകയാണ്. എത്ര അതൊരു നിദ്രയാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, അതൊരു നിദ്രയാണെന്ന്. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതേ പ്രയോഗമാണ്. നമ്മൾ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ 1 രാജാവ് അതിന്റെ 2-ാം അധ്യായം 1 രാജാവ് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ 1 രാജാവ് 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. കണ്ടോ? എന്ത് ചെയ്തു? ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു എന്ന്. നിദ്ര പ്രാപിച്ചു. നോക്കുക, ഈ കാര്യത്തെക്കുറിച്ച് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, ദാനിയേലിന്റെ പുസ്തകം അതിന്റെ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ, കണ്ടോ? അവിടെ നോക്കുക, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. അപ്പോൾ അവര് ഈ മണ്ണിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നേ? നിദ്ര കൊള്ളുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം ബൈബിൾ മരണത്തെ ഒരു നിദ്രയായിട്ടാണ് കാണുന്നത്. നമ്മൾ ചിന്തിക്കുക, അപ്പോൾ ഒരു ഉറക്കമായിട്ട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മള് പകലത്തെ മുഴുവനും കഷ്ടപ്പാടുകൾ നീക്കി നമ്മള് മനോഹരമായ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെ പോലെ നിദ്ര കൊള്ളുന്ന ഒരു അനുഭവമാണ് മരണമെന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ നിദ്രയ്ക്ക് ശേഷം എന്തുണ്ട്? ഒരു മനോഹരമായ പ്രഭാതമുണ്ട്. മനോഹരമായ പ്രഭാതം. നമ്മൾ ഈ പ്രഭാതത്തിലേക്ക് നമ്മൾ ഉണരുമ്പോൾ നമ്മൾ എങ്ങനെ ഉണരുമെന്ന് പറയുന്നറിയാമോ? നമ്മൾ സങ്കീർത്തനം 17-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. കണ്ടോ? നമ്മൾ ഈ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ദൈവത്തിന്റെ രൂപം കണ്ട് നമ്മൾ തൃപ്തന്മാരാകും. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, നമ്മള് ഈ ഉറങ്ങുന്ന ഈ ഭക്തന്മാരെല്ലാം ഉണരുന്നത് എപ്പോഴാണ്? കർത്താവിന്റെ വരവിലാണ്. ഈ കർത്താവിന്റെ വരവിൽ നമ്മളുടെ അനുഭവം എന്തായി മാറുമെന്നാണ് നമ്മള് 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല.
അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. കണ്ടോ? അപ്പൊ അവനോട് സദൃശ്യന്മാരായി നമ്മളെങ്ങനെയാ എഴുന്നേൽക്കുന്നത്? ഞാൻ നിന്റെ സ്വരൂപത്തിൽ ഉണരും. നമ്മള് ഈ വാക്യത്തെ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, ഞാൻ ഇനി ഉണരുമ്പോൾ എങ്ങനെ ഉണരും? കർത്താവേ, നിന്റെ സ്വരൂപത്തിൽ ഉണരുകയും ഞാൻ നീ ആയിരിക്കുന്നത് പോലെ നിന്നെ കാണുകയും ചെയ്യും. ഹോ, എത്ര നല്ലൊരു നിദ്ര, എത്ര നല്ലൊരു ഉറക്കം! ഈ ഉറക്കം കഴിഞ്ഞ് ഉണരുന്ന അനുഭവം എത്ര ശ്രേഷ്ഠമാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണേ, ഇവിടെ നമ്മുടെ ഈ ശരീരം മാത്രമേ ഈ മണ്ണിൽ ഉറങ്ങുന്നുള്ളൂ. നമ്മുടെ പ്രാണനും ആത്മാവും സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ മടങ്ങി വരവിൽ നമുക്ക് അതിമനോഹരമായ ഒരു ശരീരത്തോടു കൂടെ നമ്മൾ കർത്താവിനെ കാണുവാൻ ഇടയാകുക. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മരണം എന്നുള്ളത് അത് നമുക്ക് സന്തോഷവും നമുക്ക് വളരെ ആനന്ദം അല്ലെങ്കിൽ പ്രത്യാശ പകരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രത്യാശയുള്ള ദൈവത്തിൽ തന്റെ മരണത്തെ സമീപിക്കുന്നത് വളരെ സന്തോഷത്തോടെ ആയിരിക്കും, വളരെ സന്തോഷത്തോടെ ആയിരിക്കും. നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദുഃഖിക്കേണ്ടതില്ലല്ലോ. കാരണം ഈ ഉറപ്പ് നമുക്ക് തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവവചനം ഉറപ്പ് തരിക എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ഉറപ്പ് തരികയാണ്. അപ്പൊ ദൈവം പോഷ്ക്ക് പറയുകയില്ല. അപ്പോൾ ആ പോഷ്ക്ക് പറയാത്ത ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തമാണ്. ചിന്തിക്കുക, ഇതെത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അങ്ങനെയാണ് ഒരു മരണം ഇത്രമാത്രം നമുക്ക് ഒരു നിദ്രയാണ്. അതിന് ശേഷമുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അടുത്തത് രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശുദ്ധനോടുള്ള ബന്ധത്തിൽ അതൊരു ഗ്രഹപ്രവേശനമാണ്. എന്താണ് ഒരു ഗ്രഹപ്രവേശനം? അതാണല്ലോ പൗലോസ്ലീഹയും പത്രോസ്ലീഹയും ഒക്കെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഞാനത് നിങ്ങളെ ഓർപ്പിക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. അപ്പം ഇതെന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ കൂടാരമെന്ന ഈ ശരീരത്തെക്കുറിച്ചാണ്, ഭൗമ ശരീരത്തെക്കുറിച്ചാണ്. ഇതേ കാര്യം ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് 2 പത്രോസ് 1-ാം അധ്യായത്തില് 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 13-ഉം 14-ഉം വാക്യം വായിക്കുമ്പോൾ പത്രോസ്ലീഹ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം ഒളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ കൂടാരം നമ്മൾ ചിന്തിക്കണേ, നമ്മൾ ഇന്നൊരു കൂടാരത്തിലുള്ള പാർപ്പാണ്. അപ്പം ഈ കൂടാരത്തിൽ വസിക്കുന്നിടത്തോളം നമ്മൾ എന്താണ്, നമ്മൾ ഞരങ്ങുക. എന്നാൽ നമ്മൾ ഈ കൂടാരത്തിൽ നിന്ന് മാറുക എന്നുള്ളതാണ് മരണം. നമ്മൾ ചിന്തിക്കണം, മരണം എന്നുള്ളത് നമ്മുടെ പഴയ ഭവനത്തിൽ നിന്നും ഒരു പുതിയ ഭവനത്തിലേക്കുള്ള ഒരു ഗ്രഹപ്രവേശനമാണ്. ഈ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ പഴയ ഭവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ ഈ ചെറിയ കുടിലുകൾ. ഈ കുടിലിൽ എന്ന് പറഞ്ഞാൽ മഴത്തുള്ളി ഒന്നും പുറത്തു പോയാൽ എല്ലാം അകത്ത് വരും. വെയിലുദിച്ചു കഴിഞ്ഞാൽ സൂര്യപ്രകാശം അകത്ത് വരും. ഇങ്ങനെ ആ മേഞ്ഞിരിക്കുന്ന ആ മേച്ചിലിന്റെ ഇതെല്ലാം പോയി നഷ്ടപ്പെട്ട് കീറി ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന ഈ ഭവനത്തിൽ നിന്നും നമ്മൾ എങ്ങോട്ട് മാറുകയാണ്? നമ്മൾ വലിയ കൊട്ടാരത്തിലേക്ക് മാറുകയാണ്. ഒരു കൊട്ടാര തുല്യമായ വലിയൊരു ഭവനത്തിലേക്ക് മാറുകയാണ്. അവിടെ മഴ അകത്ത് വരത്തില്ല, സൂര്യപ്രകാശം അങ്ങനെ വരത്തില്ല, എല്ലാം നല്ല കണ്ടീഷനാണ്. യാതൊന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ഇനി അവിടെ ഈ കുടിലിൽ താമസിക്കുമ്പോൾ എന്തെല്ലാം ഭീതിയാ! മഴ വന്നാ ഭീതി, വെയിൽ വന്നാ ഭീതി, കാറ്റ് വന്നാ ഭീതി. മറ്റുള്ള ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാനയും പുലിയും കടുവയും എന്തെല്ലാം കാര്യങ്ങളാണ്, പാമ്പും എന്ന് വേണ്ട
ചീങ്കണ്ണിയൊക്കെ ഇറങ്ങിട്ടില്ലേ, മുതലയൊക്കെ. ഇവിടെ ഒന്നും ഭയപ്പെടണ്ട. നമ്മൾ കർത്താവ് ഒരുക്കുന്ന ആ അനുഗ്രഹീതമായ ആ ഒരു നല്ല ഭവനത്തിലേക്ക് നമ്മുടെ ഈ ശരീരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് പ്രാപിക്കുവാൻ പോകുന്ന ശരീരത്തിന്റെ സവിശേഷതയെക്കുറിച്ച് നമ്മൾ 1 കൊരിന്ത്യർ അതിന്റെ 15-ാം അധ്യായം 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 54-ാം വാക്യം വായിക്കുമ്പോൾ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയെയും ധരിക്കും. നോക്കണേ, അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയുള്ള ഭവനത്തിൽ താമസിക്കുന്നത്? ദ്രവത്വമുള്ള മർത്യമായ, ഇല്ലാതാകുന്ന, നശിക്കുന്ന അങ്ങനെയുള്ള ഈ ശരീരത്തിൽ നിന്നും നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? അമർത്യതയിലേക്ക്. എത്ര വലിയ കാര്യമാണ്! ദ്രവത്വമുള്ള ഈ ശരീരം എന്ത് ചെയ്യും? അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയെയും ധരിക്കും. എത്ര വിശേഷപ്പെട്ട ഒരു കാര്യമാണെന്ന് നോക്കി ദൈവമക്കളെ. ദൈവം നമുക്ക് തരുന്ന ആ മനോഹരമായ ആ ശരീരത്തിൽ നമുക്ക് ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട. ഇന്ന് എന്തെല്ലാം രീതിയിലുള്ള ക്ലേശങ്ങളാണ്. അല്പം പ്രായമായി കഴിഞ്ഞാൽ എഴുന്നേക്കാൻ ബുദ്ധിമുട്ട്, നടക്കാൻ ബുദ്ധിമുട്ട്, മുട്ടിന് വേദന, നടുവേദന, എല്ലാ വേദനയും കൊണ്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു ശരീരം. എന്നാൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ശരീരം ഒരു കാരണവശാലും ഒരു രോഗത്തിനും നമ്മളെ സ്പർശിക്കാൻ പറ്റുകയില്ല. ഈ പ്രകൃതിദത്തമായിരിക്കുന്ന ഒന്നിനും നമ്മളെ സ്വാധീനിക്കാൻ പറ്റുകയില്ല. നമുക്ക് എതിലെയും കടന്നു പോകാം. ആ ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് മറ്റുള്ള വാഹനങ്ങളോ ഫ്ലൈറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന വേഗതയിൽ യാത്ര ചെയ്യുന്ന ഒരു ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് അത് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് മരണം എന്ന് പറയുന്നത് നമ്മുടെ അഴിഞ്ഞു പോകുന്ന ഈ ശരീരത്തിൽ നിന്നും ഒരിക്കലും അഴിയാത്ത, ഒരിക്കലും ദ്രവിയാത്ത, നാശമില്ലാത്ത ഒരു ശരീരത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. മനസ്സിലാക്കണം ദൈവമക്കളെ, എത്ര വിലപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഒരു കുടിലിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് നീ അത് വിട്ടേര്, ഇതാ നിന്നെ കൊട്ടാരത്തിലേക്ക്, നിനക്ക് ഈ കൊട്ടാരം തരികയെന്ന് പറഞ്ഞാല് ഈ കുടില് വിട്ടു പോകാൻ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമോ? അയ്യോ, സങ്കല്പിക്കാൻ പറ്റിയല്ലേ. മനോഹരമായ ഒരു ഇത് അതിൽ നിന്നൊക്കെ ഞാൻ ഈ ഉപമ പറയുന്നതും ഇതിനോട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് യോഗ്യമല്ല. കാരണം അത് അത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. അവർണ്ണനീയമായ, നമുക്ക് വർണ്ണിക്കാൻ നമുക്ക് ഈ നാവുകൾക്ക് ഈ ശബ്ദം ഈ ലോകത്തിലില്ല. അത്ര ശ്രേഷ്ഠമായ കർത്താവിൻ്റെ ഇതുപോലെയുള്ള ആ ഒരു ശരീരം നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. എത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ. അപ്പം മരണം എന്ന് പറയുന്നത്, മരിക്കുന്ന ആ വ്യക്തിക്ക് ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കാലത്തുമില്ല. നമുക്ക് മരണത്തെ നമുക്ക് എത്ര സന്തോഷത്തോടെ നമുക്ക് പുലുകാൻ കഴിയും, അതിനെ സമീപിക്കുവാൻ കഴിയും, അതിനെ അഭിമുഖീകരിക്കാൻ കഴിയും. ഈ യാഥാർത്ഥ്യം ശരിക്കും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾ മരണത്തെക്കുറിച്ച് ഒരിക്കലും ഭാരപ്പെടുകയില്ല. ഞാൻ അടുത്ത 3 കാര്യങ്ങൾ ഞാൻ നാളത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാം. കാരണം നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനിത് അധികം നീട്ടുന്നില്ല. അപ്പോൾ ഈ 2 കാര്യം നിങ്ങൾ ശരിക്കും ഓർക്കുക. മരണം എന്ന് പറഞ്ഞാൽ അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും മരണത്തെ ദൈവവചനം ബൈബിൾ പറയുന്നത് അതൊരു നിദ്രയാണെന്ന്, ഒരു ഉറക്കം. നമ്മുടെ പകലത്തെ ആ അധ്വാനമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വിശ്രമിക്കുക, ഉറങ്ങുക. എന്തിനാ? വീണ്ടും ഒരു നല്ല പ്രഭാതത്തെ പുലുകുവാനായിട്ട്, ആ പ്രഭാതത്തിലേക്ക് നമ്മൾ നടത്തപ്പെടുവാനായിട്ടുള്ള ഒരു ഉറക്കമാണ്. ആ ഉറക്കം കഴിഞ്ഞ് ഉണരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ തേജസ്സുള്ള മുഖം കാണും. എത്ര ഭാഗ്യകരമായൊരവസ്ഥ. രണ്ടാമത്തത്, നമ്മുടെ ഭൗമ കൂടാരം അഴിഞ്ഞു പോകും. നമുക്കൊരു സ്വർഗീയ കൂടാരം, ഒരു സ്വർഗീയമായ ശരീരം, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെയുള്ള ആ ഒരു ശരീരം അത് നമുക്ക് ദൈവം തരികയാണ്.
എത്ര വിലപ്പെട്ട കാര്യമാണ്. ഏത് സമയത്തും കാഹളം ധ്വനിക്കാം. നമ്മുടെ കർത്താവ് ഈ സമയത്തും വരാം. നമ്മൾ ഈ കർത്താവിന് വരവിന് വേണ്ടി യഥാർത്ഥമായി ഒരുങ്ങിയിട്ടുണ്ടോ? നമുക്കിങ്ങനെയുള്ള ജീവിതത്തിനുള്ള ഒരു പ്രത്യാശ നമ്മളെ ഭരിക്കുന്നുണ്ടോ? ഇന്ന് കർത്താവ് വന്നാൽ ഞാനും ഈ കർത്താവിനോട് കാണും. ഇതിപ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഇന്ന് കർത്താവ് വരികയാണെങ്കിൽ നമ്മൾ രൂപാന്തരം പ്രാപിക്കും. നമ്മൾ രൂപാന്തരം പ്രാപിച്ച് ആ മഹത്വ ശരീരധാരികളായി നമ്മൾ കർത്താവിനെ എതിരേൽക്കും. മേഘങ്ങളിൽ നമ്മൾ എടുക്കപ്പെടും. പിന്നെ അവിടത്തോട് കൂടെ നമ്മൾ എപ്പോഴും ആയിരിക്കും. എത്ര വിലപ്പെട്ട കാര്യമാണ്. ദൈവമക്കളെ, ഈ പ്രത്യാശയുള്ള ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? മരണമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ? അതോ മരണത്തെ ഞാൻ അതിജീവിച്ച് ഇന്ന് ഞാൻ നിത്യജീവനിലാണെന്ന് ഉറപ്പോടെ നമുക്ക് പറയാൻ കഴിയുമോ? ഇന്ന് ഞാൻ ഈ ലോകത്ത് വേർപെട്ടാൽ, മാറ്റപ്പെട്ടാൽ ഞാൻ കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ കാണുമെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ? നിശ്ചയമായി നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ. ഞാനത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങളെ ഓർപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തിരുവചനങ്ങൾ, ഈ ദൈവവചന സത്യങ്ങൾ അത് നമ്മൾ മുറുകെ പിടിക്കണം. കാരണം ഇത് ഏതെങ്കിലും ഒരു ബുദ്ധിമാനായ മനുഷ്യന്റെ അറിവിൽ നിന്നും വരുന്ന കാര്യങ്ങളല്ല, ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ ഉള്ളതുപോലെ വിശ്വസിക്കണം. അതുകൊണ്ട് നിശ്ചയമായിട്ടും മരണം ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമാണ്. സന്തോഷിക്കാം, ദുഃഖിക്കേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല, ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. സന്തോഷത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയും. കർത്താവിയ വചനങ്ങളാൽ കേൾവിക്കാരെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ബാക്കി 3 കാര്യങ്ങൾ കർത്താവ് ഇന്ന് വന്നില്ല എങ്കിൽ നാളെ നിങ്ങളോട് പങ്കുവയ്ക്കാം. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ.